നമസ്കാരം. പ്രയാഗ്രാജ് കുംഭമേളയിൽ രുദ്രാക്ഷമാലകൾ വിൽക്കുന്നതിനിടെ വൈറലായ മൊണാലിസ ബോസ്ലെ എന്ന പെൺകുട്ടിയെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ സജീവമായിരിക്കുന്നത്. മഹാകുംഭമേളയിൽ മാല വിൽപ്പനയ്ക്കിടെ ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞ മനോഹരിയായ മൊണാലിസയുടെ ചിത്രങ്ങൾ നിമിഷം നേരം കൊണ്ടാണ് സമൂഹമാധ്യമങ്ങളിൽ വൈറലായി മാറിയത്. മൊണാലിസയും സുഹൃത്തായ ഫർമാൻ ഖാനും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ മാസം തിരുവനന്തപുരം പൂവാറിൽ അരുമാനൂർ നയനാർ ക്ഷേത്രത്തിൽ വെച്ച് നടന്നിരുന്നു. വീട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് ഇവർ കേരളത്തിൽ അഭയം തേടുകയായിരുന്നു. പ്രണയം വീട്ടുകാർ എതിർത്തതിനെ തുടർന്ന് ഇരുവരും തമ്പാനൂർ പോലീസിനെ സമീപിക്കുകയായിരുന്നു. എന്നാൽ വിവാഹത്തോടെ നിരവധി വിവാദങ്ങളും ഉടലെടുത്തു. മൊണാലിസയ്ക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്നും പെൺകുട്ടിക്ക് 16 വയസ്സ് മാത്രമേ ഉള്ളൂവെന്നും വ്യക്തമാക്കുന്ന ജനന സർട്ടിഫിക്കറ്റും പുറത്തുവന്നു. മധ്യപ്രദേശ് സർക്കാർ നൽകിയ സർട്ടിഫിക്കറ്റ് വിശ്വ ഹിന്ദു പരിഷത്താണ് പുറത്തുവിട്ടത്. ഇപ്പോഴത്തെ വിവാഹ സമയത്ത് മൊണാലിസയ്ക്ക് പ്രായപൂർത്തിയായിരുന്നില്ല എന്ന കണ്ടെത്തലിനെ തുടർന്ന് ഭർത്താവ് ഫർമാൻ ഖാനെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തിരിക്കുകയാണ്. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് നടത്തിയ അന്വേഷണത്തിൽ മൊണാലിസയുടെ ജനനത്തീയതി 2009 ഡിസംബർ 30 ആണെന്നും വിവാഹ സമയത്ത് പെൺകുട്ടിക്ക് 16 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും കണ്ടെത്തി. വിവാഹത്തിനായി പ്രായപൂർത്തിയായെന്ന് കാണിക്കുന്ന വ്യാജ ജനന സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചതായും അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേരള മധ്യപ്രദേശ് DGPമാരോട് ഏപ്രിൽ 22-ന് ഡൽഹിയിൽ ഹാജരാകാൻ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയെ സിനിമാ നടിയാവുകയും കേരളത്തിൽ വെച്ച് അടുത്തിടെ വിവാഹിതയാകുകയും ചെയ്ത സംഭവം എന്തായാലും വഴിത്തിരിവിലായിരിക്കുകയാണ്. വിവാഹം നടക്കുന്ന വേളയിൽ മൊണാലിസയ്ക്ക് പ്രായപൂർത്തിയായിരുന്നില്ല എന്ന് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുകയാണ്. തുടർന്നാണ് ഭർത്താവ് ഫർമാൻ ഖാനെതിരെ പോലീസ് പോക്സോ കേസെടുത്ത് എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പെൺകുട്ടിയും ഫർമാൻ ഖാനും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ മാസം തിരുവനന്തപുരത്തെ ക്ഷേത്രത്തിൽ വെച്ചാണ് നടന്നത്. CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ, വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി എന്നിവർ ഇവരെ ആശംസിക്കാനെത്തിയിരുന്നു. തിരുവനന്തപുരത്ത് പോലീസ് സ്റ്റേഷനിലെത്തി വിവാഹിതയാകാൻ പോകുന്നുവെന്നും സംരക്ഷണം വേണമെന്നും പെൺകുട്ടിയും ആവശ്യപ്പെട്ട ശേഷമായിരുന്നു ഇതെല്ലാം. വിവാഹം കഴിഞ്ഞ പിന്നാലെ പെൺകുട്ടിയുടെ പ്രായം സംബന്ധിച്ച് വിവാദം ഉടലെടുത്തിരുന്നു. രേഖകൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ ഹാജരാക്കിയ പെൺകുട്ടിയും ഭർത്താവും എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകിയിരുന്നു. കേരളത്തിൽ താമസിക്കാനുള്ള താല്പര്യവും ഇവർ പങ്കുവച്ചു. പിന്നീട് മറ്റൊരിക്കൽ മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തിയ പെൺകുട്ടി സിനിമാ സംവിധായകന്റെ മോശം പെരുമാറ്റം സൂചിപ്പിച്ച് കരയുകയും ചെയ്തിരുന്നു. മധ്യപ്രദേശ് സ്വദേശിയാണ് പെൺകുട്ടി. ഉത്തർപ്രദേശ് സ്വദേശിയാണ് ഫർമാൻ ഖാൻ. ഇവർ കുറച്ചു കാലമായി പ്രണയത്തിലായിരുന്നു അത്രേ. കേരളത്തിൽ സിനിമാ ചിത്രീകരണത്തിന് എത്തിയപ്പോഴാണ് വിവാഹിതരായതും മടങ്ങിയതും. എന്നാൽ ഇപ്പോൾ വീണ്ടും പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാധ്യമങ്ങളിൽ നിറയുകയാണ്. വിവാഹത്തെ എതിർത്ത് പെൺകുട്ടിയുടെയും ഫർമാന്റെയും കുടുംബം രംഗത്ത് വന്നിരുന്നു. സംഭവത്തിന് പിന്നിൽ ലവ് ജിഹാദ് ആണെന്ന് ഹിന്ദുത്വ സംഘടനകൾ ആരോപിക്കുകയും ചെയ്തിരുന്നു. അഭിഭാഷകനായ പ്രഥം ദുബെ നൽകിയ പരാതിയിലാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ ഇടപെട്ടത്. കമ്മീഷൻ ചെയർമാനും BJP നേതാവുമായ അന്തർ സിംഗ് ആര്യയുടെ നിർദ്ദേശപ്രകാരം നടന്ന അന്വേഷണത്തിലാണ് പുതിയ വിവരം ലഭിച്ചതത്രേ. രേഖകൾ പരിശോധിച്ചപ്പോൾ പെൺകുട്ടിക്ക് 16 വയസ്സും 3 മാസവും ആയിട്ടുള്ളൂ എന്നാണ് വാർത്തകൾ. മധ്യപ്രദേശിലെ മഹേശ്വറിലെ സർക്കാർ ആശുപത്രിയിൽ 2009 ഡിസംബർ 30-നാണ് പെൺകുട്ടി ജനിച്ചതെന്ന രേഖയാണ് കമ്മീഷന് മുന്നിൽ ഹാജരാക്കിയിട്ടുള്ളത്. കേരളത്തിൽ വെച്ച് വിവാഹിതരാകുന്ന വേളയിൽ പെൺകുട്ടി നൽകിയ രേഖയിൽ 2008 ജനുവരി 1-ന് ജനിച്ചു എന്നാണ് പറയുന്നത്. പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മഹേശ്വർ പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തു. പോക്സോ വകുപ്പുകൾ, പട്ടികജാതി നിയമം എന്നിവ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. പർദി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ് പെൺകുട്ടി. വ്യാജരേഖയുണ്ടാക്കിയെന്ന വകുപ്പും ഫർമാൻ ഖാനെതിരെ ചുമത്തിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഏപ്രിൽ 22-ന് മധ്യപ്രദേശ്, കേരള പോലീസ് മേധാവിമാരോട് ഹാജരാകാൻ പട്ടികജാതി കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതേസമയം മിശ്ര വിവാഹത്തിന്റെ പേരിൽ കടുത്ത വിമർശനങ്ങളും വധഭീഷണികളും മൊണാലിസ ബോസ്ലെയും ഭർത്താവ് ഫർമാൻ ഖാനും നേരത്തെ നേരിട്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇതേ തുടർന്നും സഹായം അഭ്യർത്ഥിച്ച് ഇരുവരും രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ലവ് ജിഹാദ് ആരോപിച്ചാണ് വിവാഹത്തിന് പിന്നാലെ ഇരുവർക്കും നേരെ സൈബർ ആക്രമണങ്ങൾ ശക്തമായിരുന്നത്. കഴിഞ്ഞ മാർച്ച് 11-ന് തിരുവനന്തപുരം അരുമാനൂരിലെ ശ്രീനായനാർ ദേവക്ഷേത്രത്തിൽ വെച്ചായിരുന്നു മൊണാലിസയുടെയും ഫർമാന്റെയും വിവാഹം നടന്നത്. വിവാഹം മാധ്യമ ശ്രദ്ധ നേടിയതോടെ വിവാദങ്ങൾ ശക്തിപ്പെടുകയും ചെയ്തു. ലവ് ജിഹാദ് ആരോപണം കൂടാതെ മൊണാലിസയ്ക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്ന ആരോപണവും വന്നുണ്ടായിരുന്നു. വധഭീഷണി അടക്കം ഉയർന്നതോടെ മൊണാലിസ മാധ്യമങ്ങൾക്കും മധ്യപ്രദേശ് മുഖ്യമന്ത്രിക്കും കമ്മീഷണർക്കും അയച്ച കത്ത് സഹിതമുള്ളൊരു വീഡിയോയും പുറത്തുവിട്ടു. ഈ സാഹചര്യത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ടാണ് മൊണാലിസയുടെ പ്രതികരണം ഉണ്ടായത്. ഞാനൊരു കത്ത് സഹിതം ഈ വീഡിയോ എല്ലാവർക്കും അയക്കുകയാണ്. ദയവായി ഞങ്ങളെ സഹായിക്കുമെന്ന് മൊണാലിസയും ഫർമാനും വീഡിയോയിൽ അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത്. ഞങ്ങളെ പരസ്യമായി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. തങ്ങൾക്ക് ലഭിക്കുന്ന ഭീഷണികളെക്കുറിച്ച് ഇതിനകം അധികാരികളെ അറിയിക്കുകയും സംരക്ഷണം അഭ്യർത്ഥിക്കുകയും ചെയ്തതായി ദമ്പതികൾ വ്യക്തമാക്കി. വിവാഹശേഷം സംസാരിച്ചപ്പോൾ കേരള സർക്കാരിൽ നിന്ന് ലഭിച്ച പിന്തുണയ്ക്ക് അവർ നന്ദി പറഞ്ഞു. കേരള സർക്കാർ ഞങ്ങളെ ഒരുപാട് പിന്തുണച്ചു. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഞങ്ങൾ അവർക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ എല്ലാ മതങ്ങളിലും വിശ്വസിക്കുന്നു. എനിക്ക് എല്ലാ മതങ്ങളും ഒരുപോലെയാണെന്നാണ് മൊണാലിസ പറഞ്ഞത്. ഇങ്ങനെ ഒരു വലിയ വിവാഹം ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. 2-4 പേർ മാത്രമേ വിവാഹത്തിനെത്തുമെന്ന് കരുതി. പക്ഷേ ഒരുപാട് പേരുണ്ടായിരുന്നു. മന്ത്രി ഞങ്ങളെ ആശീർവദിക്കാൻ എത്തിയിരുന്നു. വിദ്യാഭ്യാസ മന്ത്രിയും എത്തിയിരുന്നു, ഫർമാൻ പറഞ്ഞു.
2025 മഹാകുംഭമേളയിൽ രുദ്രാക്ഷമാലകൾ വിൽക്കുന്ന വീഡിയോകൾ വൈറലായതോടെയാണ് മൊണാലിസയ്ക്ക് ദേശീയ ശ്രദ്ധ ലഭിച്ചത്. ഒരു സിനിമയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഫർമാനെ കണ്ടുമുട്ടിയതും പ്രണയത്തിലായതും. മതപരമായ വ്യത്യാസങ്ങൾ കാരണം മൊണാലിസയുടെ കുടുംബത്തിൽ നിന്ന് ശക്തമായ എതിർപ്പുകൾ നേരിടേണ്ടി വന്നിരുന്നു. തുടർന്ന് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ സംരക്ഷണം തേടിയ അവർക്ക് പ്രായപൂർത്തിയായ വ്യക്തിയെന്ന നിലയിൽ സ്വന്തം പങ്കാളിയെ തെരഞ്ഞെടുക്കാൻ നിയമപരമായ അവകാശമുണ്ടെന്നാണ് പോലീസ് ഉറപ്പു നൽകിയത്. ഹിന്ദു ആചാരപ്രകാരം നടന്ന വിവാഹ ചടങ്ങിൽ പ്രാദേശിക നേതാക്കളും വലിയ ജനക്കൂട്ടവും പങ്കെടുത്തിരുന്നു. അതേസമയം മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശിനിയായ മൊണാലിസ കേരളത്തിൽ മുഴുവൻ പരിചിതമാണെങ്കിലും വരനായ ഫർമാൻ ഖാൻ ആരാണെന്ന് ഇന്റർനെറ്റിൽ പലരും തിരഞ്ഞു. ഉത്തർപ്രദേശിലെ ബാഗ്പത് ജില്ലയിൽ നിന്നുള്ള ഫർമാൻ മലയാളം, ഹിന്ദി, തമിഴ് സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുള്ള നടനും മോഡലുമാണ്. വിവാഹത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച മൊണാലിസ തങ്ങൾ 6 മാസമായി ഡേറ്റിംഗിലായിരുന്നുവെന്ന് വെളിപ്പെടുത്തി. ആദ്യം സോഷ്യൽ മീഡിയ വഴിയാണ് ബന്ധപ്പെട്ടത്. പി ബിനു വർഗീസ് സംവിധാനം ചെയ്ത നാഗമ്മ എന്ന മലയാള സിനിമയുടെ പൂജാ ചടങ്ങിനിടെയാണ് ഇവർ കണ്ടുമുട്ടിയത്. ചിത്രത്തിൽ ഫർമാൻ ഖാനാണ് വില്ലൻ വേഷം ചെയ്യുന്നത്. മൊണാലിസ ബോസ്ലെയാണ് നായിക. ഈ സിനിമയുടെ ചിത്രീകരണത്തിനായി കേരളത്തിലെത്തിയപ്പോഴാണ് ജീവിതത്തിലും ഒന്നിക്കാൻ തീരുമാനിച്ചത്. അഭിനയം, മോഡലിംഗ്, സോഷ്യൽ മീഡിയ പ്രൊമോഷനുകൾ എന്നിവയിലൂടെയാണ് ഫർമാൻ ഖാൻ വരുമാനം കണ്ടെത്തുന്നത്. ഇൻസ്റ്റാഗ്രാം കൊളാബറേഷനുകളിലൂടെ മാത്രം പ്രതിമാസം $2,300 മുതൽ $3,200 വരെ അദ്ദേഹം സമ്പാദിക്കുന്നുണ്ടാകാമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റിയാൽ ഏകദേശം 1.5 ലക്ഷം മുതൽ 2.5 ലക്ഷം രൂപ വരെ ലഭിക്കും. ഇതനുസരിച്ച് വർഷത്തിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാത്രം ഏകദേശം 23 ലക്ഷം മുതൽ 32 ലക്ഷം രൂപ വരെ വരുമാനം ലഭിക്കുന്നുണ്ട്. മൊണാലിസയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ 93.5 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. നാഗമ്മ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കൊപ്പമാണ് മൊണാലിസയും ഫർമാനും പോലീസ് സ്റ്റേഷനിലെത്തിയത്. മതത്തിന് തങ്ങളുടെ ബന്ധത്തിൽ യാതൊരു സ്ഥാനവുമില്ലെന്ന് വിവാഹശേഷം മൊണാലിസ മാധ്യമങ്ങളോട് പറഞ്ഞു. ലവ് ജിഹാദ് ആരോപണങ്ങളെ ഇരുവരും തള്ളിക്കളയുകയും ചെയ്തിരുന്നു. കേരളത്തിലെ സമാധാനപരമായ അന്തരീക്ഷവും ജനങ്ങളുടെ സ്നേഹവുമാണ് വിവാഹവേദിയായി ഈ നാടിനെ തെരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ചതെന്ന് നവദമ്പതികൾ അന്ന് വ്യക്തമാക്കിയിരുന്നു. മലയാള സിനിമയിൽ കൂടുതൽ സജീവമാകാനാണ് മൊണാലിസ ആഗ്രഹിക്കുന്നത്. അതേസമയം തന്നെ മൊണാലിസയുടെ പ്രണയബന്ധത്തെ ശക്തമായി പിതാവ് ജയ്സിംഗ് ബോസ്ലെയെ എതിർത്തിരുന്നു. മൊണാലിസയെ ബലം പ്രയോഗിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചതോടെയാണ് പോലീസ് ഇടപെടൽ അന്ന് നടന്നത്. താൻ പ്രായപൂർത്തിയായ വ്യക്തിയാണെന്നും ഫർമാനെ വിവാഹം കഴിക്കാനാണ് താല്പര്യമെന്നും മൊണാലിസ ഉറപ്പിച്ചു പറഞ്ഞതോടെ പോലീസ് അവർക്ക് സംരക്ഷണം ഉറപ്പാക്കുകയായിരുന്നു. മകളുടെ തീരുമാനത്തിന് മുന്നിൽ പിതാവിനൊടുവിൽ പിൻവാങ്ങേണ്ടി വരികയും ചെയ്തു. തുടർന്ന് പോലീസിന്റെയും CPM പാർട്ടി നേതാക്കളുടെയും സഹായത്തോടെ വലിയ ആഘോഷമായി വിവാഹം നടത്തിക്കൊടുക്കുകയാണ് ചെയ്തത്.